മക്കൾ എത്ര തെറ്റ് ചെയ്താലും നമ്മളെ ഉമ്മമാർക്ക് മക്കൾ എന്ത് പറഞ്ഞാലും മക്കളാണല്ലേ. അഫാൻ്റെ ഉമ്മ ഒരുപാട് ശ്രമിച്ചു അവനെ ഈ കുറ്റത്തിൽ നിന്ന് രക്ഷിക്കാൻ. സ്വന്തം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ബെഡിൽ നിന്ന് വീണതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മോനെ വെറുതെ വിടണമെന്ന് കുറേ പറഞ്ഞു. കാരണം ഒരു മോനെ അവർ കൊന്നു, ഉമ്മാനെ കൊന്നു, ഭർത്താവിൻ്റെ ജ്യേഷ്ഠനെ കൊന്നു, വൈഫിനെ കൊന്നു, എല്ലാവരെയും കൊന്നിട്ടും ആ ഉമ്മ വാദിക്കുന്നത് മോന് വേണ്ടിയിട്ടാണ്, സ്വന്തം മോന് വേണ്ടിയിട്ട്. എത്ര ക്രിമിനലാണ്, എത്ര കുറ്റവാളിയാണെങ്കിലും തള്ളാർക്ക് എപ്പോഴും മക്കളാണ് അല്ലേ. അത് ഈ ഒരു അഫാൻ്റെ ഉമ്മ തെളിയിക്കുകയാണ്. ഇപ്പം ഇന്ന് വന്ന ന്യൂസാണ്, അഫാൻ്റെ ഉമ്മാനെ അവൻ ഉപദ്രവിച്ച കാര്യങ്ങൾ അഫാൻ്റെ ഉമ്മ പറയണതാണ്. വീഡിയോസ് ഒന്ന് കണ്ടു നോക്കി. വെഞ്ഞാറമൂടിലെ കൂട്ടക്കൊലയിലെ മുഖ്യപ്രതി അഫാന്റെ ഉമ്മ ഷെമി 24 മനസ്സ് തുറന്നു. മാത്രമല്ല ഏറ്റവും നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ ഈ ഷെമി നടത്തിയിട്ടുണ്ട്. ലോണാപ്പിന്റെ ചതിക്കുഴിയിൽ പെട്ടുപോയി ഈ അഫാൻ എന്ന് പറയുന്നു. എന്തായാലും ഷെബീദ് റാവുത്തർ അവരുമായി സംസാരിക്കുകയാണ്. ഒരുപക്ഷെ ഇതുവരെ അവർ തുറന്നു പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ഈ അഭിമുഖത്തിലുണ്ട്. പ്രേക്ഷകർ അവസാനം വരെ കാണുക. നമുക്ക് ഈ അഫാൻ എന്താണ് ചെയ്തെന്നറിയാൻ ഈ ഉമ്മയുടെ വാക്കുകൾ ഉപകരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓവർ ടു ഷെബീദ് റാവുത്തർ. നമസ്കാരം. ഫെബ്രുവരി 24, അതായത് വെഞ്ഞാറമൂട്ടിലെ ഒരു കുടുംബത്തിൻ്റെ സകല പ്രതീക്ഷകളും തകർന്ന ഒരു ദിവസമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആ കുടുംബത്തിലെ ഗൃഹനാഥൻ നമ്മളോട് സംസാരിച്ചിരുന്നു. ഞാൻ സംസാരിച്ചു വരുന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ്. അന്ന് അഫാൻ്റെ പിതാവ് നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളടക്കം അന്ന് നമ്മളോട് പങ്കുവച്ചിരുന്നു. അക്രമ സംഭവങ്ങളിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അഫാൻ്റെ മാതാവ് ഷെമി ഗുരുതര സാഹചര്യത്തിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ആരോഗ്യനിലയൊക്കെ പഴയപടിയിൽ ആയി വരികയാണ്, ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. ഇപ്പോൾ ആദ്യമായി ചില കാര്യങ്ങൾ, അതായത് ഈ സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അഫാൻ്റെ മാതാവ് ഷെമി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ പറയട്ടെ, ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച്, അതായത് ഷെമിയുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് നമ്മൾ വിശദമായി തന്നെ അന്വേഷിച്ച് നമ്മളോട് സംസാരിക്കാം എന്നുള്ള ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് എത്തിയ ശേഷമാണ് ഷെമിയോട് നമ്മൾ സംസാരിക്കുന്നത്. ഈ സംസാരിക്കുന്നതിന് ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് നമ്മളുള്ളത്. ആ സംഭവത്തെക്കുറിച്ച്, അതായത് ആ നടന്ന സംഭവങ്ങളെക്കുറിച്ച്, ഒരിക്കലും ആരും ഓർക്കാൻ കൂടി ആഗ്രഹിക്കാത്ത സംഭവങ്ങളെക്കുറിച്ച് ആ കുടുംബത്തെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് പല വിധത്തിൽ. ഇപ്പോൾ അഫാൻ്റെ മാതാവ് ഷെമി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം ഈ ആരോഗ്യാവസ്ഥ എങ്ങനെയുണ്ട് അമ്മയുടെ? കുഴപ്പമില്ല. മരുന്ന് എടുക്കുന്നുണ്ട്? മരുന്ന് കഴിക്കുന്നുണ്ട്. വെഞ്ഞാറമൂട് ഗോകുലം ആശുപത്രി. ഇപ്പൊ എന്തിനാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നത്? പ്രധാനമായിട്ടും ന്യൂറോ സംബന്ധമായ അസുഖത്തിനാണ്. എങ്ങനെയുണ്ട് അമ്മയുടെ ഹെൽത്ത്? അമ്മയുടെ ഹെൽത്ത് എങ്ങനെയുണ്ട്? കൈയും കാലും ഒക്കെ വിരലുണ്ട്. മറ്റ് നമ്മൾ ഈ കഴിഞ്ഞ തവണയൊക്കെ ഞാൻ ഇവിടെ അമ്മയെ കാണാൻ വരുമ്പം അമ്മയ്ക്ക് അത് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അമ്മയ്ക്ക് നമ്മളൊന്നും തിരിച്ചറിയാത്ത അവസ്ഥയായിരുന്നു. ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നു. ഇപ്പൊ മനസ്സിലായി വന്നിട്ടുണ്ട്. ഒരിക്കലും ആഗ്രഹിക്കാത്ത കുറെ അധികം കാര്യങ്ങളായിരിക്കാം ഈ ഉമ്മയുടെ മനസ്സിൽ, അത് ഉറപ്പാണ്. പക്ഷേ ഇവർ കേൾക്കുന്ന കുറെ പഴികളുണ്ട്. അതിൻ്റെയൊക്കെ വാസ്തവം അറിയണം. പോലീസിന്റെ കുറ്റപത്രം ഉടൻ കോടതിക്ക് മുൻപിലേക്ക് എത്തും. അതിനു മുൻപ് ഉമ്മ തന്നെ നേരിട്ട് നമ്മളോട് കുറച്ചധികം കാര്യങ്ങൾ അത് പറയുകയാണ്. എനിക്കറിയാം ഉമ്മ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷെ അന്ന്, അതായത് ഈ സംഭവ ദിവസം എന്താണ് നടന്നത് എന്ന് ഉമ്മയ്ക്ക് കുറച്ചെങ്കിലും ഓർമ്മയുണ്ടോ? കുറച്ച് കാര്യം ഓർമ്മ ഉണ്ട്. പിന്നെ മോൻ കഴുത്തിലെറുതിയിട്ട് പിന്നെ മച്ചി ക്ഷമിക്കണേന്ന് പറഞ്ഞ് പിന്നെ ഫർസാനെ വിളിച്ചുകൊണ്ട് ഒറ്റ ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പോയവൻ. പിന്നെ ഒന്നും ഓർമ്മയില്ല എനിക്ക്. ഈ അന്നത്തെ ദിവസമേ അതിന് മുൻപ് നടന്ന എന്താ? അഫ്സാന, നമ്മുടെ ഇളയ കുഞ്ഞുണ്ടല്ലോ, അഫ്സാൻ, എൻ്റെ മോനെ ഞാൻ സ്കൂളിൽ വിട്ടിട്ട് ബസ്സിൽ കയറ്റി വിട്ട് പിന്നെ ഞാൻ വീട്ടിനകത്ത് വന്ന് കയറി. ഇതേ ഓർമ്മയുള്ളൂ, പിന്നെ ഒന്നും ഓർമ്മയില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി, ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കി കൊച്ചിന് കൊടുത്തു വിട്ട്, കഴിക്കാൻ കൊടുത്തു വിട്ട്. ഈ ഉമ്മയ്ക്ക് അന്നേ എന്തെങ്കിലും ഒരു മന്ദത പോലെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓർമ്മ വന്നിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. കാരണം എനിക്ക് ഒന്നും ഓർമ്മയില്ല. കാരണം പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല, ഒന്നും ഓർമ്മയില്ല. ഉമ്മയോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ അന്നത്തെ ദിവസം രാവിലെ ഉമ്മ അഫ്സാനെ, നമ്മുടെ ഇളയ കുഞ്ഞിനെ പരീക്ഷയ്ക്ക് വിടുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് ഉമ്മ അവിടെ പാത്രം കഴുകുന്നതാണ് ഉമ്മ പറഞ്ഞത്. പാത്രം കഴുകിയപ്പോഴത്തേക്കാണ് തിരിച്ചു വന്നപ്പോൾ പുറകെ കൂടെ ഈ അഫാൻ കഴുത്തിൽ ഷോളിട്ടു. ഉമ്മ ക്ഷമിക്കും, അങ്ങനെയാണോ എന്താ പറഞ്ഞേ? അവൻ അങ്ങനെയാണ് പറഞ്ഞത്, ക്ഷമിക്കണേന്ന് പറഞ്ഞു. അപ്പം അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഒന്നും വേണ്ടിയില്ല, മോനെ ഒന്നും വേണ്ടിയില്ല. പിന്നെ ഫർസാനെ വിളിച്ചോണ്ട് വരട്ടു മക്കളെ, മച്ചി ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ കൊച്ചിനൊക്കെ ഇന്നൊക്കെ കണ്ടില്ല. മച്ചി എനിക്ക് സ്വപ്നം കാണും പോലെ തോന്നി, ഇങ്ങനെ കൈയിട്ട് അടിച്ചിട്ട് സ്വപ്നം കാണും പോലെ തോന്നി. അതിന് മുൻപ് ഈ ഉമ്മ എന്തെങ്കിലും കുടിക്കുകയോ കഴിക്കുകയോ ചെയ്തിരുന്നോ? കുടിക്കുകയോ ചെയ്തതെന്നുള്ള ഓർമ്മയില്ല. കഴിച്ചാലെന്ന് തോന്നുന്നു. കാരണം എനിക്കൊരു ഓർമ്മയില്ല, അതിനെ പറ്റി ഒരു ഓർമ്മയില്ല. പിന്നെ എനിക്ക് നടന്ന സംഭവങ്ങൾ ഇങ്ങനെ അന്ന് നടക്കൂലായിരുന്നു, ഈ സംഭവങ്ങളൊന്നും വീട്ടിൽ നടക്കൂലായിരുന്നു. കാരണം എനിക്ക് ഓർമ്മയില്ലാതെ പോയി. എനിക്ക് എന്തോ എനിക്ക് കഴിച്ചെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല അതിനെപ്പറ്റി.
ചായ കുടിച്ചിരുന്നു ഉമ്മ? ചായ കുടിച്ചായിരുന്നു. അത് ഈ അഫ്സാനെ കൊണ്ടുവിട്ടതിന് വന്നതിന് ശേഷമാണ്? അഫ്സാനൊക്കെ കൊണ്ടുവിട്ടതിന് വന്നതിന് ശേഷം കഴിച്ച് ചായ കുടിച്ച്. ഇതൊന്നും സംഭവിക്കില്ല എന്ന് ഉമ്മ പറയാൻ കാരണം എന്തുമ്മ? എനിക്കൊന്നും ഓർമ്മയില്ല. ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കൂലായിരുന്നു. അതാണ് ഞാൻ ഇങ്ങനെ പറയണത്. ഈ കഴുത്തേൽ ഷോള് ഒരുക്കി അമ്മ ഇങ്ങനെ കിടക്കുക അവിടെ? കിടക്കാരെന്ന് തോന്നുന്നു, അറിയാൻ വയ്യ. പിന്നെ ഈ അഫാനപ്പം എന്താ പറഞ്ഞിട്ട് പോകുന്നു ഉമ്മ അടുത്ത്? പിന്നെ പറഞ്ഞ് മച്ചി ക്ഷമിക്കണേ, ഞാൻ ഭർത്താനെ വിളിച്ചോണ്ട് വരട്ട് മച്ചിക്ക് ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞു. പിന്നെ ഒന്നും പറഞ്ഞില്ല.